എടാ എനിക്ക് പരിയൊന്നും ഇല്ല, തൊണ്ടയിൽ ഒരു കിച്ച് കിച്ച് അത്രേ ഉള്ളൂ. കേട്ടില്ല, സൗണ്ട് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്, അതൊക്കെ ശരിയാവും. നീ അനാവശ്യമായിട്ട് കിടന്ന് ടെൻഷൻ അടിക്കണം എന്തിനാ ഭാവി? ദേ നല്ല ചുക്കാപ്പി പിടിച്ചോണ്ടിരിക്കുവാ ഞാൻ. അഭാവരിട്ടതാ. ആ ഞാൻ ചൂട് കഞ്ഞി കുടിച്ചോളാം. ഓ ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആശുപത്രി പോവാം. നീ വരണ്ട. ഓ നീ ഇപ്പൊ പോയ കാര്യം വരെയൊക്കെ എൻജോയ് ചെയ്യാതെ നോക്ക്. ആ ശരി ശരി. ഇങ്ങനെ ഒരു ചെറുക്കൻ. എന്താ ചാരു? എന്താ ഒന്നും പറയണ്ടടി പവിയുടെ കാര്യം. എന്തോ എനിക്ക് പനി എങ്ങനെ ഉണ്ടെന്നൊക്കെ. എടി അവൻ അവിടെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയപ്പോ അതിന്റെ ഇടയിൽ എന്നെ കിടന്ന് വിളിക്കുന്നത്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണതൊക്കെ ചോദിച്ചിട്ട്. അത് പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ, അവന് സ്നേഹമുള്ളതുകൊണ്ടല്ലേ അവൻ ചോദിക്കണേ. സ്നേഹമൊക്കെ ഉണ്ട്. പിന്നെന്തൊക്കെ പറഞ്ഞു? പിന്നെന്ത് പറയാൻ, ഭയങ്കര കെയറിങ് ആയിരുന്നു. എന്തൊക്കെ കെയർ ചെയ്ത്? എല്ലാം നിന്റെ അടുത്ത് പറയണോ? കേക്കട്ടെ. അയ്യേ ഓടി ചാരുവോ? എന്തിന്? ഞങ്ങൾ സംസാരിക്കണ ആരൊക്കെ നിന്റെ അടുത്ത് പറയണോ? എന്നാലും എന്തൊക്കെ പറഞ്ഞു? അതൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു. എന്താ പറഞ്ഞേ? പൊടി. എന്താ ചാരു ഞാൻ കേട്ടാല്? അതിനെല്ലാ കാര്യം നീ കേൾക്കുന്നേ? എനിക്കറിയണം. ഞാൻ അവിടെ ഫോൺ വിളിച്ച് സംസാരിച്ച് നടക്കുമ്പോ എന്തൊക്കെയാണ്, അയ്യോ ഒലിപ്പീര്, എന്തൊക്കെ കുറുകുന്നു, എന്തൊക്കെ ട്രോളായിരുന്നു. ഒരു കുഴപ്പമില്ലല്ലേ? അത് പിന്നെ നീ സംസാരിക്കണ പോലല്ലോ ഞങ്ങൾ സംസാരിക്കുന്നത്. ഇപ്പൊ പനിയാണ്ട് വിളിച്ചോണ്ടിരിക്കുവല്ലോ. അതും സ്നേഹം ഇതും സ്നേഹം, രണ്ടും സ്നേഹം തന്നെ. ആ പവിയാണോ? പവി വിളിക്കുന്നു. ലൗഡ് സ്പീക്കർ ലൗഡ് സ്പീക്കറാ? നീ പോ, ഞാൻ സംസാരിച്ചിട്ട് വരാം. ഞാനൊന്ന് കേക്കട്ടെ ചാരുവേ. അയ്യേ അതെന്തിനാ നീ കേൾക്കുന്നേ? ഞാൻ ഒന്ന് കേക്കട്ടെ. നാണുണ്ടോ നിനക്ക് ഞങ്ങളുടെ വർത്താനം കേൾക്കാൻ? നീ ഇതേപോലെ സംസാരിക്കുമ്പോ ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. നീ കേട്ടോ നെക്സ്റ്റ് ടൈം. ഒന്നാമത്തെ വയ്യ പോടി. ഹലോ പാവി. ദുഷ്ട ഒന്ന് സുഖിക്കാന്ന് വെച്ചാൽ അത് സമയം. സ്റ്റെഫി, നീ ഷട്ടിൽ കളിക്കാനുണ്ടോ? ഞാനെങ്കിലും എനിക്കൊരു മൂടില്ല. എടി സ്റ്റെഫി ഒന്ന് പോയി വാമപ്പ് ചെയ്യാ. നീ വാ എനിക്ക് ചെയ്യാല്ലേ? Come on, let's go. Come on. ഓർമ്മ എനിക്കിതാ. ഹലോ അടി, രണ്ട് ബാറ്റേ ഉള്ളോ? ആദ്യം ഞങ്ങൾ രണ്ടും കളിക്കാം, അണ്ട് നിനക്കാരാ. അതെന്ത് പരിപാടി? ഞാൻ ആദ്യം കളിക്കാം, നീ റെസ്റ്റ് എടുക്ക്. എടി ഈ കാറ്റത്ത് അവള് വലയിട്ട് അടിച്ച് ജയിക്കാൻ പോണമെന്നില്ല, അവൾ ആദ്യം തന്നെ തോക്കും. ആദ്യം ഓട്ടോ ഒന്നും ഞാൻ കാണിച്ചു തരാം, നീ അടിക്കും. ഒരുമാതിരി വിളിച്ചു വരുത്തി അപമാനിക്കരുത് കേട്ടോ. എന്റെ സ്റ്റെഫി ഒന്ന് നീ ചില്ല, അവിടെ ഒന്ന് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, അവൾ ഇപ്പൊ തന്നെ തോക്കുമെന്ന്. പിന്നെ ഈ തൂല് ഇറക്കാനാണ് എന്നെ വിളിച്ചോണ്ട് വന്നത്. ഞാൻ പോവാ, ഇത് ശരിയാവത്തില്ല. ഈ പെണ്ണ് ഫുള്ള് കള്ളക്കളിയാന്ന് എനിക്ക് തോന്നുന്നു കേട്ടാ. ഞാൻ പറഞ്ഞു കാറ്റാണ് കളിക്കാൻ പറ്റൂലെന്ന്. കഷ്ടം. നിങ്ങൾ ഔട്ട് ടൈം എടുക്കുമ്പോ പറ, അപ്പൊ ഞാൻ കളിക്കാം. അങ്ങനെ പറയല്ലേ, വാ കളിക്കാന്ന്. ഓ നമ്മളെ വിളിച്ചോണ്ടെന്നല്ലേ കളിക്കണ പാടി. ആദ്യം ഞങ്ങൾ കളിക്കട്ടെ, എന്നിട്ട് നീ കളിച്ചാ. ഞാൻ 10 എണ്ണുന്നതിന് മുന്നേ ഔട്ട് ആവണം കേട്ടോ. എന്റെ അമ്മേ, രണ്ട് കള്ളക്കളി. കളിക്കാൻ പറ്റൂല, ഞാൻ അപ്പഴേ പറഞ്ഞ അവിടെ പോയി കളിക്കാന്ന്. അല്ല കളിക്കാറില്ല, സ്ഥലത്തിന്റെ കുഴപ്പാ. സത്യമായിട്ട് ഈ സംഭവം കളിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഇവിടെ നീ ആവശ്യമില്ല. നീ എന്ത് ഞാൻ നിന്റെ അടുത്ത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു? മര്യാദ ഞാൻ പറയുന്നൊന്ന് കേക്ക് നീ ആദ്യം. നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ തടസ്സമാവത്തില്ല. നിങ്ങൾ ഇഷ്ടം പോലെ ജീവിച്ചോ. ഞാനേ എന്റെ പെട്ടി ബാഗൊക്കെ എടുത്ത് പോവാ. പിള്ളേർ നോക്കണം. കരാതെ ഒന്നും അറിയാത്ത പോലെന്നില്ലേ? എന്നാ പ്രശ്നം? ഒന്നുമില്ല മോളെ. ലുക്കിന്റെ കണ്ണെന്താ അറിഞ്ഞിരിക്കുന്നത്? ലുക്കോ കരഞ്ഞൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. അത് നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കാൻ. അല്ലേ നമുക്ക് പിണക്കൊന്നുമില്ല. ഇല്ലല്ലേ? എന്തോ ഒരു വാട്ടം ഇല്ല ലുക്കിന്റെ മുഖത്ത്. ഒന്നുമില്ല. അത് ഒന്നുമില്ല മോളെ. ഇല്ലല്ലേ? എന്നാ എനിക്ക് തോന്നിയതായിരിക്കും. തോന്നിയതല്ല, മോക്ക് തോന്നിയതാണ്. അങ്ങനെ ആയിരിക്കും. പ്രശ്നമൊന്നുമില്ലല്ലോ? ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ വർത്തമാനം കിടക്കട്ടെ. ആയിക്കോട്ടെ, രുക്കോ നോക്കാം. എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടല്ലോ. അല്ല നീ എങ്ങോട്ട് പോവാ? ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. ഒരു ചെറിയ എമർജൻസി, ഇപ്പൊ വരാം. 2 മിനിറ്റ്, 5 മിനിറ്റ്.
ഫോട്ടോ കാണിച്ചിട്ട് എന്ത് പറഞ്ഞു? കൊള്ളാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സുന്ദരിയാന്ന് പറഞ്ഞില്ല. ഓഹോ, ഈ കലാപരിപാടി ഇതുവരെ കഴിഞ്ഞില്ലേ? ഇങ്ങനെ ആ മതി. നീ കല്യാണം കൂടാൻ പോയതല്ലേ? ആ എന്നാ കല്യാണം കുടിക്കോ. ഇവിടെ തന്നെ ഉണ്ടാവും. ആ ഓക്കെ, ഗുഡ് നൈറ്റ്. ശരി. ആ അയ്യോ, എന്ത് പരിപാടിയാണ് കാണിച്ച? ഞാനോട് സംസാരിക്കുമായിരുന്നില്ലേ? കുറച്ച് കഴിഞ്ഞ് കുറുകാൻ ചാരു. നീ ഇവിടെ നടക്കണ വല്ല അറിയുന്നുണ്ടോ? എന്തറിയാൻ? അമ്മാവൻ രുക്കും തമ്മിൽ നല്ല അടിയാ. അത്രേ ഉള്ളൂ. അവര് തമ്മിൽ എപ്പോഴും അടി ഉണ്ടാക്കണല്ലേ? അത് അവര് സൗന്ദര്യപ്പണക്കൊന്നും അല്ല ചാരു, നീ ശ്രദ്ധിക്ക്. പറ. എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. രുക്കു കരഞ്ഞു. നീ ചുമ്മാ ഇച്ചിരി നുള്ളി പിച്ചി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകളായിരിക്കും. അമ്മാവനെ രുക്കുനെ നിനക്ക് അറിഞ്ഞൂടെ? അതിന് വേണ്ടിയിട്ടാണോ നീ എന്റെ ജീവിതം നുള്ളി പിച്ചിന്ന് പറഞ്ഞിരുന്നോ? കുറച്ച് കഴിയുമ്പോ രണ്ട് വഴിക്ക് പോകാൻ പഠിച്ചോളും. ഇതെന്തോ കാര്യമായിട്ട് ചീഞ്ഞു നാറുന്നുണ്ട്, ഉറപ്പാ. അവര് തമ്മിലുള്ള അവര് സോട്ടോട്ടേ ഉള്ളൂ. അവര് ഭർത്താവും ഭാര്യയല്ലേ? അല്ലെന്ന്, ഞാൻ അവിടേക്ക് ചെന്നു. അപ്പൊ ഇവര് തമ്മിൽ വഴക്കായിരുന്നു. ഞാൻ ചെന്നപ്പോ പെട്ടെന്ന് രണ്ടുപേരോടും ഒക്കെ ആയിട്ട് കുഴപ്പമൊന്നും ഇല്ലാന്ന്. പക്ഷെ ഞാൻ അവിടെ നിന്ന് ശ്രദ്ധിച്ചു, എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. ചെറിയ കാര്യമൊന്നുമല്ല, എന്തോ ഉണ്ട്. എന്തോ ചീഞ്ഞു നാറുന്നുണ്ട്, ഉറപ്പാ. കേട്ടോ വല്ലതും? ചെറുതായിട്ടൊക്കെ. പക്ഷെ എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. നീ ഒന്ന് വന്നേ, നമുക്കൊന്ന് ചോദിക്കാൻ പോയി. നീ ഒന്ന് കൂളാവ്. അമ്മാവനെ വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്ന എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തീരും. കേട്ടല്ല? എന്നെ ഇവിടെ കൂളാക്കിക്കൊണ്ടിരുന്നോ? ആ രുക്ക് ഇവിടുന്ന് പെട്ടി എടുത്ത് ഇറങ്ങി പോവാന്നാ പറയണേ. പെട്ടി എടുത്തിറങ്ങി? എന്തിനാണ് നീ കരഞ്ഞത്? എനിക്ക് വയ്യടി, നല്ല ബോഡി പെയിൻ ഉണ്ട്. കിട്ടിയാ? അങ്ങനെ ഒരു കാര്യം എനിക്ക് തരാൻ പറ്റും. ഇന്ന് രാത്രി നമുക്ക് കെട്ടിപ്പിടിച്ചടക്കാം, ഇതിനെ ഒഴിവാക്കാം. കെട്ടിപ്പിടിച്ചോടെന്നോ? ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ ഇന്റർനാഷണൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. ഇടി അമ്മാവനും രുക്കും തമ്മിൽ ഇടിയാന്ന് ഞാൻ പറഞ്ഞത് നിസ്താര കാര്യമാണ്. ഇതൊക്കെ എപ്പോഴും നടക്കണല്ലേ? ഇടി അത് ശരിയാണ്. ഞാൻ അത് ചുക്കാപ്പി വയ്ക്കാൻ വേണ്ടി പോയപ്പോ രണ്ടു കൂടെ മുട്ടനിടി. കണ്ട, ഞാൻ പറഞ്ഞില്ലേ ചാരു? കണ്ട നിനക്ക് തോന്നിയിട്ടില്ല ഇടി പെട്ടെന്ന് മാറുന്നു? ഇല്ലേ? ഇല്ല മോളെ, അതെന്തോ സീരിയസ് മാറ്റർ. ഞാൻ ചോദിച്ചപ്പോ സീരിയസ് ആണ്. എനിക്ക് എന്റെ ലക്ഷണം കണ്ടിട്ട് ഭയങ്കര സീരിയസ് ആണ്. കണ്ടോ, ഇത് ലാസ്റ്റ് നാദനില്ലാ കളരിയാവുമ്പോ പഠിച്ചോളും. ഇപ്പൊ പോയി സോൾവ് ചെയ്താ. ഈ ഇങ്ങനത്തെ കാര്യത്തിന് നീ എന്തിനാ ഇങ്ങനെ കത്തി കയറി പോണോ? എനിക്കൊന്നും അന്ത വയ്യ. ഉറപ്പാണ്. ഒന്ന് വന്ന് കാര്യം അന്വേഷിക്ക് ചാരു. വാ, എവിടെ അവര്? അവനവിടെ ഉണ്ട്. ഞാൻ പറയുന്ന കാര്യം പോലും കേൾക്കാൻ വയ്യെങ്കിൽ നീ ഇറങ്ങി പോടി. അതിനോട് സമ്മതിക്കണില്ലല്ലോ. ഇറങ്ങി പോവനെ. നന്നായിട്ട് അറിയാം ഞാനിവിടുന്ന് പോണോന്നാണ് നിങ്ങളുടെ ആഗ്രഹം. ആണടി, ഇറങ്ങി പോ. ആ പോ. നിങ്ങൾ ഇഷ്ടപ്പെടാൻ എനിക്കറിയാം എന്ത് ചെയ്യണോന്ന്. അതിങ്ങനെ കളിച്ചോണ്ടിരുന്നപ്പോ വെറുതെ ഇങ്ങനെ ക്ഷീണിച്ചപ്പോ വന്ന് നിന്നയാ. ചോദിച്ചാ എന്തായാലും? അല്ല പറഞ്ഞില്ല, പക്ഷെ തെറ്റിദ്ധരിക്കരുതല്ലോ. അല്ല ചരു, അമ്മാവനും രുക്കും തമ്മിൽ എന്താ പ്രശ്നം? അവര് തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങൾക്കറിയണോ? എല്ലാം അറിയാം. അല്ല ചോദിച്ചേ ഉള്ളൂ. അല്ല ഞങ്ങക്ക് വെള്ളം തയ്ക്കുന്നേ, അപ്പൊ വെറുതെ അമ്മാവനെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ എടുത്ത് കുടിക്കാം. നിങ്ങക്ക് വേണോ? വേണ്ടല്ലേ? എന്നാ പിന്നെ ഒരെണ്ണം ഞങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെടാൻ ജീവിക്കും. ഇറങ്ങി പോടി. ഞാൻ എന്റെ ഇഷ്ടം പോലെ ജീവിക്കും. ഇറങ്ങി പോടി. ഇടി ഇവരെന്താ ഒരുമാതിരി കുഞ്ഞു പിള്ളേരെ പോലെ കിടന്ന് ഇടി ഉണ്ടാക്കുന്നേ? എന്തോ കാര്യമായിട്ടുണ്ട് പ്രശ്നം. അവരുടെ പ്രശ്നങ്ങൾ അവരായിട്ട് തീർത്തോട്ടെ. നമ്മൾ പുറത്തുള്ളവർ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നമായിട്ട് മാറും. ആണല്ലോ. ഇതല്ലേ കുറച്ചു മുന്നേ ഞാൻ അവിടെ നിന്ന് പറഞ്ഞേ, എടി ഭർത്താവിന്റെയും ഭാര്യയുടെ ഇടയിലുള്ള 90% പ്രശ്നങ്ങളെ ഈ വരുന്ന മൂന്നാമത്തെ ഒരാൾ കയറി ഇടപെടുമ്പോഴാണ്. മനസ്സിലായ? പ്രശ്നം സോൾവ് ചെയ്യാൻ വന്ന ഞാനാരേ? നീ ആരായിരുന്ന? നിനക്കല്ലേ ഈ ഏതെങ്കിലും കപ്പിൾസിന്റെ ഇടയിൽ കയറി കാര്യങ്ങൾ ഉണ്ടാക്കണം കുറച്ച് കൂടാൻ. അതെ, നീ കാനഡക്കാരനെ കേട്ടൂലേ? അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെ നടുക്ക് കയറി കിടക്കും ഞാൻ. എനിക്കൊരു അച്ഛൻ്റെ അമ്മ വേണോടി. എനിക്കും വേണോടി. ഞാൻ രണ്ടുപേർക്കും വേണം. അല്ലേ? ഞാനങ്ങ് തരും. വേണ്ടെന്ന് പറയരുത്. ഇപ്പൊ തൽക്കാലം ഇവിടെ നിക്കാണ്ട് ബാ. നോക്കടി, എന്ത് ഭംഗിയല്ലേ കാണാൻ. പക്ഷെ മുടി നോക്ക്. എന്റെ ഹെയർ സ്റ്റൈലിന് അത്ര ഒന്നും വരൂല്ലോ. ഓ, ഇത് വളരെ റെയർ പീസല്ലേ മോളെ. ബോഡി ഷേമിങ് ചെയ്യല്ലോ കേട്ടോ. അയ്യേ, ബോഡി എന്ത് ഹെയർ എന്തെന്ന് കുഞ്ഞുമാക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവത്തില്ല. മറ്റേ ഐശ്വര്യ റോയ് ആണെന്നുള്ള ചിലവരുടെ മറ്റേ മട്ടും ഭാവം ഒക്കെ ആണല്ലോ പ്രശ്നം. ഐശ്വര്യ റോയ് ആണെന്നും പറഞ്ഞില്ല, ബട്ട് ഐ ആം യൂണിക്. യൂണിക്കോൺ ആണ്. എടി ഇതിനകത്തൊരു കുരുവി കൂടി വെച്ചാ പോലെ അറിയത്തില്ല. എത്ര എട്ടുകാലം ഉണ്ടാവും അതിനകത്ത്. അയ്യോ മോള്, ഇത് 1980-ലെ കോമഡിയാ. ോണ്ടിരിക്കാണ് കെട്ടി വെക്കത്തൂല്ല. എടി ഇവള് തിരിഞ്ഞിന്ന് എങ്ങനെ ഉണ്ടാവും? കറക്റ്റ് കുരുവി കൂടല്ലേ? അതെ കറക്റ്റാ. തേനീച്ച കൂടും.
ആടി ഞാനത് തേനീച്ചനെ കൂട് കൂട്ടട്ടെ നിന്റെയൊക്കെ നിന്റെയൊക്കെ മൂട്ടി കൊണ്ടുവന്ന് കുത്തിക്കും രാവിലെ അങ്ങ് തുടങ്ങിയേക്കോ ബോഡി ഷേമിങ്. അയ്യോ ബാക്കി കാണട്ടെ. ഗൾഫ് അസോസിയേഷനൊക്കെ ഉണ്ട് കേട്ടോ. ഇളകും കടപ്പുറം ഇളകും. കേടി നോക്കടി നോക്കടി ഇതും ഈ പെൺകൊച്ചിന്റെ മോന്തയും കൂടി നോക്കടി നോക്കടി. ആ മുടി നോക്ക് 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 എന്ത് ഭംഗിയാ നോക്കാൻ കാണാൻ. അതിന്റെ ഭംഗിയുണ്ട് ഭംഗിയുണ്ട്. ചാരു അമ്മാവൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് രുക്കു ഇറങ്ങി. ബാഗ് പാക്ക് അവരടിച്ചു വിരിഞ്ഞാ തോന്നണേ. അതിനകത്ത് സന്തോഷം. അല്ല ഞങ്ങള് നോക്കിയൊന്നുമല്ല, യാദൃച്ഛികമായിട്ട് കണ്ട് സന്തോഷം. അതെ അതെ. എന്റെ ദൈവം ഇവര് തമ്മിലുള്ള പ്രശ്നം തീർന്നില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞത് പോയിട്ട് സോൾവ് ചെയ്യാന്ന്. ഇത്ര വഷളാകുമായിരുന്നോ? ഞാൻ വിചാരിച്ചടി അവരെ പ്രൈവസിയില് ഇടപെടണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ. പ്രൈവസി ഇപ്പൊ എന്തായി? ചില പ്രശ്നങ്ങൾ അതിന്റേതായ സമയത്ത് ഇടപെട്ടില്ലെങ്കിൽ ഇത് എങ്ങനെയാവും? കണ്ട ശരിക്കും കണ്ടോ? ശരിക്കും കണ്ടു. അവര് അവിടെ നിക്കുവാ, രണ്ടുപേരും പാക്ക് ചെയ്ത് 2 ബാഗ്. ഞങ്ങളും വരാം. അഭിഭാഗമൊന്നും കാണിക്കല്ലേ എടീ. അമ്മാവ എന്താ പറ്റിയ? മകളെ അകത്ത് കയറി കഥ അടച്ച് അമ്മാവ് കാര്യം എന്താ പറ്റിയത്? കാര്യം എന്താ എനിക്ക് അറിയൂടെ മക്കളെ. കാര്യം പറ. അവക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉയരോടെ ഇരിക്കൂല. അമ്മാവ ഒന്നും സംഭവിക്കില്ല. ഡോർ തുറക്കടി. എടി നമുക്ക് ഡോറിന്ന് ചവിട്ടി പിടിച്ചാലോ? ചവിട്ടി പൊളിക്കട്ടെ, ഞാൻ ചത്തിട്ടില്ല. ഡോർ തുറ. അങ്ങോട്ട് ചോദിക്കുക എന്താ പ്രശ്നമെന്ന്. ഇങ്ങോട്ട് നോക്ക്. ഞാൻ ഇത്രയും നേരം മാന്യം മര്യാദയാണ് നിന്നോട് സംസാരിച്ചോണ്ടിരുന്നത്. ഇനി എന്റെ സ്വഭാവം മാറി അറിയാനാ എനക്ക്? എന്നെ പറ്റി അറിയാലോ എനക്ക്? അറിയാം, കൂടിപ്പോയി ഞാൻ അടിക്കുമായിരിക്കും. സാരമില്ല. അടിക്കാനാ? ഞാനാ? ഞാൻ കരയും കേട്ടാ. എനിക്ക് നല്ല രീതിയിൽ കരച്ചിൽ വരണുണ്ട്. നിങ്ങളുടെ കള്ളക്കണ്ണിരൊന്നും ഇനി വില പോത്തില്ല ഇവിടെ. ഇഷ്ടം പോലെ എന്തോന്ന് ചായക്കോ? എന്റെ ദൈവമേ, ചങ്ക് പറിച്ചു തന്നാല് നീ ചെമ്പരത്തി പോന്ന് പറയണല്ലോ അടി. നീ എന്നെ കണ്ട എന്നെ കൊല്ലി, എന്നെ കൊല്ലി, എന്നെ കൊല്ലി, എന്നെ കൊല്ലി, എന്നെ കൊല്ലി. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. കാര്യം എന്താന്ന് പറ. അതിനങ്ങനെ പ്രശ്നമൊന്നും ഇല്ല മോളെ. ഉണ്ട്. എന്തോന്നുണ്ട്? നീ മര്യാദ അങ്ങനെ ദൈവത്തിനാണ് ഒരു പ്രശ്നമൊന്നും ഇല്ല. അതെ 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 അത് എന്തെന്ന് വെച്ചാല് ഞാൻ ഇവളും കൂടെ വെറുതെ ചുമ്മാ ഒരു രസത്തിന് വഴക്കൂടിയത് 1 2 പറഞ്ഞ്. പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞതാ. അത് നേരത്തെ ചോദിച്ചപ്പോ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ചെറുതായിട്ട് പ്രശ്നമുണ്ടോ? ഉണ്ട്, ചെറുതായിട്ട്. പറയോ? നിങ്ങളെല്ലാരും ഇവിടെ ഇങ്ങനെ ബാധിപ്പിക്കല്ലേ? അങ്ങനെ നിങ്ങളുടെ പറയാൻ തക്കതായിട്ട് വലിയ പ്രശ്നമൊന്നും ഇല്ല. പ്രശ്നമുണ്ട്. പ്രശ്നമില്ല, നമുക്ക് ഭ്രാന്താണ്. നിങ്ങൾക്ക് ഭ്രാന്ത്. നിർത്തോ. കുറെ നേരമാണ് ഞങ്ങൾ ഇവിടെ നോക്കിക്കൊന്ന കാര്യം എനിക്ക് വയ്യാണ്ട് കൂടി ഇരിക്കുവാണ്. കാര്യം എന്തെങ്കിലും പറ. ഞാൻ പറയാം. എന്തോന്ന് പറയും? ഞാൻ പറയാൻ വേണ്ടി ഓരോ എന്തെങ്കിലും പെണ്ണിന് സഹിക്കാൻ പറ്റത്തില്ല, അറിയാവോ? അങ്ങനെ കാണിച്ചത് വേറെ എന്താണ് ഞാൻ സഹിച്ചേനെ. അമ്മ നിർത്ത്. ഒരു കാര്യം പറ. ഞങ്ങൾക്കേ ഒരു മദാമ്മയുടെ ബന്ധമുണ്ട്. അത് തന്നെ. ഒന്ന് പോയിരിക്കും. മര്യാദക്ക് ABCD പോലും മര്യാദക്ക് പറയാറിയാത്ത അമ്മാവനാണ് മദാമ്മയായിട്ട് ബന്ധം പോലും. അതൊരു കായ്ക്ക പോലും മനുഷ്യന് നേരെ അറിയത്തില്ല. പിന്നെ മദാമ്മയോട് പറഞ്ഞോട് മക്കളെ, പറഞ്ഞോട്. അവളെ ചെവി കേട്ടിട്ട് പറഞ്ഞോട്. മിണ്ടേ നിങ്ങള്. എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ചാരു ഇങ്ങനെ മദാമ്മയുടെ വീഡിയോ കോൾ ചെയ്യുന്നേ. നമ്മുടെ വീര ഇന്നലെ ഒരു മദാമനെ സെറ്റാക്കി. അയ്യോ, നിങ്ങൾ വിചാരിക്കും പോലെ ഒന്നുമല്ല. അതിന് മദാമയൊന്നും അല്ല. പിന്നെ അത് അത് ജപ്പാൻകാരി. ജപ്പാൻ. കണ്ടോ? സത്യം വെളിപ്പെടുത്തി കണ്ടോ? നീ ഒരു നിമിഷം ഞാനിവിടെ ജീവിക്കത്തില്ല. നീ എവിടെ ബാഗ് എടുത്തോണ്ട് പോണം? അവിടെ നില്ലേ പറയിട്ട്. അമ്മാവ എന്നാലും അമ്മാവൻ കാണിച്ചത് ചതിയാണ്. അമ്മാവ രുക്കുവിനോട് ഇത് കാണിക്കണ്ടായിരുന്നു. പക്ഷെ ആവശ്യമില്ലാത്ത വർത്തമാനം പറയലട്ടാ. അത് അങ്ങനെയൊന്നും അല്ലത്. എന്റെ പൊന്നു മക്കളെ, ഞാൻ വീഡിയോ കോള് വിളിച്ചു എന്നുള്ളത് സത്യം തന്നെ. അത് എവള് വിചാരിക്കും പോലെ എനിക്ക് അത് അവിഹിതമൊന്നും അല്ല. അതെ, എന്റെ ഫ്രണ്ടാണ്. ഫ്രണ്ട്. ഫേസ്ബുക്ക് ഫ്രണ്ട്. ആ, ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട് എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചതാണ്. എന്നിട്ട് ആ കൊച്ചു പറഞ്ഞ് എന്നെ കണ്ടപ്പം ആ കൊച്ചിന്റെ മരിച്ചുപോയ ചേട്ടനെ പോലെ ഇരിക്കണമെന്ന്. അതുമല്ല അവിടുത്തെ വലിയ പൈസക്കാരിയാണ്. അല്ല അമ്മാവ, ഈ ജപ്പാൻകാരിയായിട്ട് അമ്മാവൻ ഏത് ഭാഷ സംസാരിച്ച്?
ഞാൻ മലയാളത്തിൽ സംസാരിക്കും. ആ കൊച്ചിന് മലയാളമൊക്കെ അറിയാം. ആ കൊച്ചിന്റെ അമ്മുമ്മ മലയാളിയാണ്. അതെന്തായാലും നന്നായി. ഇല്ലെങ്കിൽ അമ്മാവൻ ജപ്പാനിൽ സംസാരിച്ച് പെട്ടോയെ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് അമ്മാവന്റെ ജപ്പാൻകാരി ഫ്രണ്ട് എന്ത് പറഞ്ഞു? അത് പിന്നെ ഇന്നലെ പരിചയപ്പെട്ടല്ലേ ഉള്ളൂ. അതെ, ആ കൊച്ചു പറയാണ് ആ കൊച്ചിന്റെ മരിച്ചുപോയ ചേട്ടന്റെ അതേ മുഖഛായാണെന്ന് എനിക്കെന്ന്. അതുകൊണ്ടാണ് എനിക്ക് ഗിഫ്റ്റൊക്കെ അയച്ചത്. അതിനാണ് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ഇടയ്ക്ക് ഈ പൊട്ടിക്കാളി കയറി വന്നിട്ട് അതിനെ മൊത്തം നശിപ്പിച്ച്. ഇത് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലായിക്കോളൂ ഞാൻ അത്രക്കാരനല്ല. അതൊക്കെ ഇരിക്കട്ടെ. എന്ത് ഗിഫ്റ്റ് അയച്ചത് പുള്ളിക്കാരി? അത് വില കൂടിയ ഒരു ലാപ്ടോപ്പ്, വാച്ച്, മോതിരം, സ്വർണ്ണ ചെയിന്, പിന്നെ ഫോൺ, ഇതെല്ലാം അയച്ചിട്ടുണ്ട്. ചാരു, നിനക്ക് മനസ്സിലായില്ലേ? ജപ്പാനിലെ വേദനിക്കുന്ന ഏതോ കോടീശ്വരിയാ. എന്റെ പൊന്നമ്മാവ, അമ്മാവൻ ഈ നാട്ടിൽ കിടക്കുന്ന ഒന്നും അറിയുന്നില്ല. ന്യൂസിലൊക്കെ വിലപ്പോഴും വെച്ച് കാണണം. ഞാൻ കാണുന്നുണ്ടോ? കുറുവാസം ഭയങ്കര പ്രശ്നമാണ്. ഞാൻ അത് പറയാൻ വേണ്ടി കുറുവേം കുറുക്കൊന്നും അല്ല, ഇത് ഹണി ട്രാപ്പാണ് അമ്മാവ. ഹണി ട്രാപ്പ്. എന്റെ അമ്മാവ, ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാണ്. രുക്കു ഇതിനകത്തൊന്നും പേടിക്കൊന്നും വേണ്ട. അമ്മാവന്റെ ഈ പാവ മനസ്സ് കാരണം വല്ലവരും കേറി പറ്റിക്കണാണ് അമ്മാവനെ. അയ്യോ മോളെ, ഇത് പറ്റിക്കണല്ല, അത് പാവം കൊച്ചാണ്. അതല്ലെങ്കിൽ എന്നെ കണ്ട ഉടനെ എന്റെ ചേട്ടാന്ന് വിളിച്ചോണ്ട് കറിയോ? അത് തന്നെയാണ്, അതിലാണ് പ്രശ്നം. ഈ കണ്ട ഉടനെ ഏതോ ഒരു രാജ്യത്ത് കിടക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു പെങ്കൊച്ച് കരഞ്ഞ് വിളിച്ച് നിലവിളിച്ച് മൂക്കും പിഴിഞ്ഞ് അമ്മാവന്റെ അടുത്ത് അപ്പൊ അമ്മാവൻ അതങ്ങ് വിശ്വസിച്ച്. ഇതന്നെ അവർക്ക് വേണ്ടത്. പിന്നീട് വിളിച്ചില്ലേ ജപ്പാൻകാരി? വിളിച്ചു മക്കളെ, 4-5 പ്രാവശ്യം വിളിച്ചു. പക്ഷേ ഇവള് ഇങ്ങനെ ഇടഞ്ഞു നിൽക്കണോണ്ടേ എനിക്ക് ഫോൺ എടുക്കാൻ ഒരു പേടി. അതുകൊണ്ട് ഞാൻ എടുത്തില്ല. അതും വീഡിയോ കോൾ ആയിരിക്കും അല്ലേ? അടിപൊളി. എന്റെ അമ്മാവനെ പോലത്തെ കുറെ പാവങ്ങളെ ടാർഗറ്റ് ചെയ്ത് പറ്റിക്കാൻ വേണ്ടി ഇറങ്ങണ കുറെ ടീംസ് ഉണ്ട്. അവര് ചെയ്യണ ശുദ്ധ പരിപാടികളാണ് ഇതൊക്കെ. മോളെ, ദൈവദോഷം പറയല്ലേടി. അവര് നമുക്ക് ഇങ്ങോട്ടല്ലേടി ഗിഫ്റ്റ് തന്നത്. അതിലെന്തോന്ന് പറ്റിപ്പ്. എന്റെ പൊന്നമ്മ, അതൊക്കെ ട്രിക്കാണ്. നമുക്ക് ഇങ്ങോട്ട് കുറെ വില കൂടിയ ഗിഫ്റ്റുകൾ തരാന്ന് പറയും. എന്നിട്ട് ടാക്സ് അടയ്ക്കാൻ പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് കാശ് മേടിക്കും. ഇതൊക്കെ എന്തോരം നടക്കണം. ഞാൻ എന്തോരം റിപ്പോർട്ട് ചെയ്തേക്കുന്നു. അല്ലെങ്കിൽ ആ വീഡിയോ കോൾ റെക്കോർഡ് ചെയ്ത് അവള് യൂട്യൂബിലൊക്കെ ഇടും. അത് മാത്രല്ല, ഈ ഫേസ്ബുക്കിലിടും. അല്ല ഇപ്പം വേറെ തട്ടിപ്പുണ്ടല്ലോ. എന്താന്നറിയോ? അമ്മാവന്റെ തുണി ഇല്ലാത്ത പോലത്തെ കുറെ കോലത്തിൽ അമ്മാവന്റെ തല മാത്രം വെട്ടിയെടുത്ത് വെക്കും. കാണണോ? നാട്ടുകാർ കാണണോ? നാണക്കേട് ഉണ്ടാക്കണോ? ഈ അവളെന്നെ പറ്റിക്കായിരുന്ന. ഇതിനൊരു ലോബി തന്നെ ഉണ്ട് അമ്മാവ. പിന്നല്ലാണ്ട്. രുക്കു, ഇപ്പൊ മനസ്സിലായില്ല ഇതിൽ വേറെ പ്രശ്നമൊന്നുമില്ലാന്ന്. അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള ഇത് കളയരുത്. വല്ലവനും വേണ്ടിയിട്ട്, വല്ല ഫ്രോഡുകൾക്കും വേണ്ടിട്ട്. അപ്പൊ ഇപ്പൊ എല്ലാം സോൾവ് ആയില്ലേ? ഓക്കെ അല്ലേ? അത് ഓക്കെ. നിനക്ക് പ്രശ്നമൊക്കെ തീർന്നു. എന്നാ എനിക്ക് പ്രശ്നം തീർന്നില്ല. എന്റെ പ്രശ്നം തുടങ്ങിയിട്ടേ ഉള്ളൂ. എടി, എന്നാലും നീ എന്നെ സംശയിച്ചല്ലാടി ഈ ചെറിയ കാര്യത്തിന്. അപ്പൊ നിനക്ക് എന്റെ അടുത്ത് ഇത്ര വിശ്വാസമേ ഉള്ളൂ അല്ലേ? അത് പിന്നെ ഇങ്ങനെയൊക്കെ കാണുമ്പോ ആരാണ് സംശയം? എങ്ങനെയൊക്കെ കാണുമ്പോ സംശയിക്കണമെന്ന്? ഒരു പ്രശ്നം തീർന്ന് ഒതുക്കിക്കൊണ്ടിരുമ്പോ അടുത്ത പ്രശ്നത്തോട് പോവാണോ? ഇത് പ്രശ്നമല്ല, എനിക്ക് അറിയണം, കാര്യം അറിയണം. നിക്ക്. അതെ, അവര് തമ്മിലുള്ള പ്രശ്നം അവര് തീർക്കട്ടെ. നമുക്കിങ്ങനെ നോക്കിക്കണ്ട. റെഡി? അമ്മാവോ, നിനക്കെന്നെ വിശ്വാസം ഇല്ലേ? ഞാൻ ഇടപെടണോ അമ്മാവാ? ഇങ്ങോട്ട് വന്നാണ്. മൗനം സൂക്ഷിച്ചാ വീഡിയോ കോൾ എടുത്ത ജപ്പാൻകാരിയുടെ. നിനക്ക് വിശ്വാസം ഇല്ലേടി? പിന്നെ വിശ്വാസം ഇല്ലേ? സോറി ചേട്ടാ. നീ ഇനി എന്റെ അടുത്ത് മിണ്ടണ്ട. സോറി ചേട്ടാ, ഞാൻ പറഞ്ഞല്ലോ സോറി എന്ന്. എല്ലാം ചെയ്തു വെച്ചിട്ട് ഒരു സോറി അവസാന വാക്ക്. മിണ്ടണ്ടെന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് മിണ്ടണ്ട. നീ ഒപ്പം ഒരിക്കലും മിണ്ടത്തില്ലേ? ഇല്ല ഇല്ല ഇല്ല. മിണ്ടോ? മിണ്ടൂല. നീ മിണ്ടത്തില്ലേ? നീ മിണ്ടൂല. അമ്മാവോയ്, ക്ഷമിച്ചെന്നങ്ങ് പറഞ്ഞേക്ക്. അല്ലെങ്കിൽ രുക്കു ഉമ്മ വയ്ക്കല് നിർത്തില്ല.